നമസ്കാരം. ഇന്ന് നമ്മുടെ 223-ാമത്തെ എപ്പിസോഡാണ്. ഇന്നെനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ്. ഇപ്പോൾ ഈ ഇടയായിട്ട് എപ്പിസോഡൊന്നും ഇടാനില്ല, എന്നാലും ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പം ശബരിമലയിലെ മകരവിളക്കിനെ കുറിച്ച് കുറേ കാര്യങ്ങളിങ്ങനെ പറയുന്നത് കേട്ട്. അപ്പോൾ അത് വിളക്ക് കത്തിക്കുന്നതാണ് മകരവിളക്കിനെ. ഇതിപ്പം ഇന്ന് 2-ാം തീയതിയല്ലേ. ഇന്ന് എല്ലാവരും മലയ്ക്ക് പോയി വന്നുകൊണ്ടിരിക്കുക. ആന്ധ്ര, കർണാടക എന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മളെ മലയാളികളെയൊക്കെ കൂടുതൽ. ഞാൻ ഈ മകരവിളക്കിനെ കുറിച്ചൊരു കാര്യം, ഞാനൊരു 16-ാം വയസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആസ്തി ഉണ്ടായിരുന്നു. ഭയങ്കര ആസ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായി അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി 150 ഏക്കർ ഏലത്തോട്ടം ഉണ്ടായിരുന്നു. ഈ ടൗണിൽ തന്നെ ഞങ്ങൾക്ക് ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് 10-20 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഞാനിങ്ങനെ ഒളിച്ചോടിപ്പോയി. അപ്പം എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഒളിച്ചോടിപ്പോയി. ഞങ്ങൾ രഹസ്യമായിട്ടാണ് പോയത്. ഞങ്ങളൊരു 5 കൂട്ടുകാരുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ സുഗീഷ് എന്ന് പറയും, കൊല്ലംപട്ടണയിലുള്ള. പിന്നെ ഒരു ഷാജി KM എന്ന് പറയും, അവൻ മുസ്ലിമായിരുന്നു. അവനിപ്പം കോതമംഗലത്തുണ്ട്. പിന്നെ ഒരു ഷാജി, അത് ജോമത് സാർ എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്ററുടെ ടീച്ചറുടെ മകനായിരുന്നു. പിന്നെ ഒരു ജയപ്രസാദ്, അവൻ്റെ അനിയൻ. പിന്നെ ഞാൻ, പിന്നെ ഒരു സന്തോഷ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയത്. ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി. അത് ഗവി എന്നും പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു, അതായത് എന്തിനാണ് പോയെന്ന് പറയാം, അവിടുത്തെ യൂക്കാലി റീപ്ലാന്റാണ്. അപ്പോൾ ഒളിച്ചോടിപ്പോകുന്നത്. എനിക്ക് പണിയൊന്നും ചെയ്യാൻ 16 വയസ്സേ ഉള്ളൂ എനിക്കന്ന്. 16 വയസ്സെന്ന് പറഞ്ഞാൽ SLC കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഞങ്ങളവിടെ ചെന്ന് ഈ പുതിയ യൂക്കാലി പ്ലാന്റ് നടുകയാണ്. അവിടെ യൂക്കാലി നടാനുള്ളതാണ്. അതിനെങ്ങാണ്ട് 2 അടി കുഴിയോ എങ്ങാണ്ട് അങ്ങനെയൊക്കെ എടുക്കണം. ഇത്ര ചതുരത്തിൽ അതിന് ഇത്ര രൂപ. അന്നത്തെ കാലത്ത് 160 വയസ്സേ ഉള്ളൊരു കുഴി എടുത്തായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. എന്നിട്ട് മാത്രമല്ല, അവിടുന്ന് ഗവി ചെന്ന് എവിടെയോ ചെന്നപ്പോൾ കൊച്ചുകൊമ്പ എന്നും പറഞ്ഞ സ്ഥലത്ത് പോയി. എന്നിട്ട് അവിടുന്ന് ഏതോ വഴിക്കൊക്കെ പോയിട്ട് അവർ ഫോറസ്റ്റിൻ്റെ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് കുറേ അരി സാധനങ്ങൾ, മൈദ, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ മേടിച്ചു. ഞങ്ങൾക്കന്ന് മേടിക്കുന്നത് എല്ലാവരും 10, 16, 17 വയസ്സൊക്കെ ഉള്ളൂ. ഞങ്ങൾ കൂട്ടം കൂടി ഒളിച്ചോടിപ്പോയതാണ്. അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പോഴത്തേനും ഒരു കാരണവശാലും അവിടെ മനുഷ്യൻ അങ്ങനെ ഒന്നും ഒറ്റയ്ക്കോ ഒരു 5 പേരുള്ളതിൽ എത്തപ്പെടാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പം ഞങ്ങളിത് ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പം വഴിനീളം അട്ട എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ അട്ടയാണ്. പിന്നെ ഇച്ചിരി ആശ്വാസം എന്ന് പറഞ്ഞാൽ ആ യൂക്കാലി മൊത്തം വെട്ടിയിട്ട് രണ്ടാമത് നടുകയാണ്. അതുകൊണ്ട് കുറച്ച് അതിലേക്കൂടെ ഇറങ്ങി വന്ന് ചുമന്നുകൊണ്ട് താഴെ വരണം. അല്ലാതെ വണ്ടിയൊന്നും പോകുന്ന വഴികളൊന്നും അല്ലോ. ലോറിയെ കൊണ്ടുവന്ന, അതായത് അവരെങ്ങാണ്ട് 5, 6, 8 കിലോമീറ്റർ അവർ ചുമന്നുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാതയുണ്ടായിരുന്നു. എന്നാലും അട്ട കാരണം നിൽക്കുക. വെള്ളമുണ്ട് അവിടെ, ഭയങ്കര വേനക്കും. പാറപ്പുറത്തോടൊക്കെ അവിടെ നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. എന്നിട്ട് ഞങ്ങളത് പോയി അവിടെ യൂക്കാലി വെട്ടാൻ കയറി. അപ്പോഴത്തേനും ഞങ്ങൾ ചെന്ന് അതിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ മകരവിളക്ക് കല്ലിൻ്റെ. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ടെൻറ്റ് കെട്ടും. ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ അതിനകത്താണ് ഓരോ മൊത്തത്തിൽ ഒരു ഷെഡ്. എന്നിട്ട് അതിൻ്റെ ഓരോ പോർഷൻ എടുത്ത് വെച്ചേക്കുക. അവിടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം, തമിഴ്ക്കാരും ഒക്കെ. അവരൊന്നും ആരും ഞങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുക. രാത്രിയാകുമ്പം നമ്മൾ ഇതിരിക്കണം, കാവലിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ തീ ആഴി അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയിട്ട് നമ്മൾ കാവലിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ആന ഇറങ്ങും. അതായത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ആന വന്ന് വെള്ളം കുടിക്കുന്ന ഒരു കുളമുണ്ട്. അപ്പോൾ എല്ലാ ആനകൾ അവിടെ വരും. അപ്പോൾ ആന വന്ന് ഷെഡ് തകർക്കാനും കൊല്ലാതിരിക്കാൻ വേണ്ടി അവിടെ കാവലിരിക്കണം. അപ്പോൾ ട്രിപ്പ് വെച്ചൊരു 2 പേര് 2 സൈഡിലായിട്ട് നീളത്തിലുള്ള ഷെഡാണ്. ആന വന്നാൽ വിളിച്ച് കയറിയാൽ മതി, എല്ലാവരും എണീക്കും. അങ്ങനെ ഒരിതാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ 3 പേരാണ് ഞങ്ങളെ, ഒരാളുടെ തോക്കുമുണ്ട്. അങ്ങനെ ഞങ്ങളെ പണിക്ക് അവിടെ കൊണ്ട് വിടുന്നത്. എന്നിട്ട് ഞങ്ങളവിടെ ചെന്നു.
ഞങ്ങൾക്ക് വല്ല പണിയാനുമല്ല. അതിനകത്ത് 2 പേർക്ക് സന്തോഷം സുഖിഷം നല്ലപോലെ ജോലി അറിയാം. അവർ നല്ല കുഴി എടുത്ത് അതിന് പൈസയൊക്കെ കിട്ടി. അന്നേരമാണ് ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞ് നമുക്ക് വൈകുന്നേരം പോകാമെന്നും പറഞ്ഞു. ഞാൻ വിശ്വസിച്ചൊന്നുമില്ല മകരവിളക്കിലൊക്കെ പോകാൻ പറ്റുമെന്ന്. സതി അതിൻ്റെ മോളുടെ ഒത്തിരി നടന്നൊരു കയറ്റം കയറി അവിടെ ചെന്നപ്പോൾ സിമെൻറ്റ് കൊണ്ട് കെട്ടിയിട്ടേക്കുകയാണ് ഈ മകരവിളക്ക് കത്തിക്കുന്ന കല്ല്. അത് ആദിവാസികളുടെ അപ്പോഴത്തേനും അവിടെ ഉള്ളവർ പറഞ്ഞ് അവിടെ ആദിവാസികളും ഞങ്ങളോട് പണിയുന്നുണ്ടായിരുന്നു. ആദിവാസികളുടെ ഒരു ആഘോഷമായിരുന്നു ഇത്. അപ്പോൾ ശബരിമല ഇങ്ങനെ ഇത് നടക്കുമ്പം ഇവരിവിടെ അതിൻ്റെ ബഹുമാനാർത്ഥം ശബരിമലയിലെ ഈ ആഘോഷത്തിൻ്റെ ബഹുമാനാർത്ഥം അവർ അന്നത്തെ ദിവസം ഇവിടെ കാട്ടിനകത്ത് ഭയങ്കരമായിട്ട് പൂജകളും ഡാൻസും പാട്ടും ഒക്കെ ചെയ്ത് അവരെന്നിട്ട് അയ്യപ്പന് കാണിക്കുകയും ബഹുമാനാർത്ഥം ഇത് ചെയ്യുന്നതാണ്, ആദരവോടുകൂടി കാണിക്കുന്നതാണ്. ആ കല്ലിൻ്റെ അത് നനഞ്ഞ ചാക്കിനകത്ത് എന്തൊക്കെ ഇട്ടാണ് ഇത് കത്തിക്കുന്നത്. എന്നിട്ടൊരു താലം പോലുള്ള എന്നിട്ട് ഒരു പ്രാവശ്യം കത്തിക്കും. എന്നിട്ട് അത് ആ ഒരു സിമെൻറ്റ് കൊണ്ട് കെട്ടിയത് കല്ലുകൊണ്ട് തന്നെ ഇട്ടുക. അതിൽ ആരുടെയൊക്കെ പേരൊക്കെ അവിടെ അതിന് മുമ്പ് ഞങ്ങൾക്ക് മുമ്പ് പറയാൻ വന്നവരുടെയൊക്കെ അതിനകത്തൊന്നും കാര്യമില്ല, അതൊക്കെ അങ്ങ് പോകുകയല്ലേ. എന്നിട്ടത് താഴേക്ക് താത്തും ആ കെട്ടിൻ്റെ. പിന്നെ വീണ്ടും ഒന്നും കൂടെ പൊക്കും. അങ്ങനെ ആ 3 പ്രാവശ്യം അത് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് നനഞ്ഞ ചാക്ക് അതിന് മുമ്പ് വെച്ചേക്ക് അതിട്ട് 4ാമത് കാണാതിരിക്കാൻ വേണ്ടി അത് മൂടും. അതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ അമ്മ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളുടെ നായകരെന്നും പറഞ്ഞൊരു ഭഗത്തിൽപ്പെട്ടവരാണ്. അതിൽ എങ്ങാണ്ട് 7 പെരിയസ്വാമികളുണ്ട്. അപ്പോൾ 18 കൊല്ലം പോകണം. അവരെല്ലാം അവിടുത്തെ നാട്ടിലൊക്കെ ഇടുക്കി ആ ഭാഗത്ത് പലർക്കും കെട്ടി നിറയ്ക്കാൻ പോകുന്നവരാണ് അവർ. പിന്നെ എൻ്റെ മോന് ഭയങ്കര ഉഴപ്പൊക്കെ കാണിച്ചപ്പോഴത്തേനും ഞാൻ എൻ്റെ മക്കളെയൊക്കെ ജാതിയില്ലാന്നും പറഞ്ഞ് വളർത്തിയാണ്. എങ്കിലും പക്ഷേ അവനെ ഉഴപ്പ് കാണിച്ചപ്പോൾ ഞാൻ ഈ 2 കൊല്ലം മുമ്പ് അവനെ മലയ്ക്ക് വ്രതമെടുത്ത് 21 ദിവസം വ്രതമെടുത്ത് അവനെ ഞാൻ ശബരിമലയ്ക്ക് വിടുകയും ചെയ്തു. പിന്നെ അവനിലുണ്ടായ മാറ്റം അവൻ വന്നിട്ട് ഒരു 2 ആഴ്ച ഉഴപ്പ് കാണിച്ചു. പക്ഷേ അവൻ അതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അവൻ സമൂഹത്തിലും അവൻ്റെ വ്യക്തിത്വത്തിലുമൊക്കെ ഉണ്ടായ മാറ്റം ഭയങ്കരമാണ്. കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ റോഡുകളെല്ലാം ആ കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ പണിയും. അത് പണിയെന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ്. പക്ഷേ ആ റോഡുകളെല്ലാം നന്നാക്കിയിരിക്കുക അയ്യപ്പ അതായത് ശബരിമല സീസണിൽ അത് 41 ദിവസത്തെ അതങ്ങനെ. പിന്നെ രണ്ടാമത് ഒത്തിരി ചെറിയ അമ്പലങ്ങൾ, അതങ്ങോട്ട് 3000 അമ്പലങ്ങളുണ്ട്. അതിലൊരു 80% വരുമാനമില്ലായിരിക്കും. ആ അമ്പലങ്ങളിലൊക്കെ ഇതിൻ്റെ ശമ്പളമാണ് അവിടുത്തെ തന്ത്രിമാർക്കൊക്കെ തന്ത്രിയല്ലോ മറ്റേ പൂജാരിമാർക്കൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടടക്കം ഒരു 10,000 കടകൾ. ആ കടകൾ സ്പൈസസ് കടകൾ, പിന്നെ ഹോട്ടലുകൾ, വെജിറ്റേറിയൻ ഹോട്ടലുകൾ, കുഞ്ഞു നാടക്കടകൾ എല്ലാം നിലനിന്ന് പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എത്രയോ ലക്ഷം പേര്. പിന്നെ അവിടെ തന്നെ ടെൻഡർ എടുത്ത് ഒരാളും എന്തെങ്കിലും ചായക്കടയിട്ടാലും അവിടെയൊന്നും ഒരു നഷ്ടം ഇന്ന് വരെ ശബരിമലയിൽ അത് ചെയ്തവർക്ക് വന്നിട്ടില്ല. പിന്നെ അതുപോലെ പോലീസുകാർക്കൊക്കെ ഡബിൾ ഡ്യൂട്ടിക്കൊക്കെ ഇരട്ടി പൈസയുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ KK റോഡെന്ന് പറയും, കുമിളി കോട്ടയം റോഡിൽ KSRTC ബസ്സിനാണ് കേരളത്തിൽ ഏറ്റവും ലാഭമുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ യാത്ര ചെയ്യുന്നത് പണ്ട് അതുപോലെ ജീപ്പിലും ബസ്സിലൊക്കെ ഫുള്ള് ആൾ നിറയുമ്പോൾ പോവാണ്. പിന്നെ ജീപ്പുകാർ, ഈ വഴിക്കുള്ള ജീപ്പുകാർ ഒത്തിരി എല്ലാ നാട്ടിൽ നിന്നും ജീപ്പയിൽ വരുന്നവരുണ്ട്, കാറിൽ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വരുമാനങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിന് സംഭാവന ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും ഇതങ്ങനെ ചെയ്യുന്നില്ല, അതിനേക്കാൾ അങ്ങോട്ട് മുടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം സർക്കാർ നമ്മളെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ കേരളത്തിന് ഒരുപാട് പുരോഗതി അതിൻ്റെ വരുമാനം. റോഡാണെങ്കിലും ഈ വ്യാപാരത്തിൽ ചിപ്സ് കടക്കാർ, അലുവ കടക്കാർ, അങ്ങനെയൊക്കെ ഒത്തിരി പേര്. അവർ ചിപ്സിലൊക്കെ വലിയ വിലയൊന്നും മേടിക്കുന്നില്ല. അലുവയിലൊക്കെ 100 രൂപയുടെ അലുവ 300 രൂപയ്ക്ക് വിറ്റ്. കാരണം എത്രയോ പേർക്ക് ആ സമയത്ത് ജോലി കിട്ടുമെന്നറിയോ ഈ കടകളിലൊക്കെ. ഇതുകൊണ്ടൊക്കെയാണ്. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഞാൻ കേട്ടിട്ടുള്ള ബുദ്ധൻ്റെ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണേലും അതൊരു ഗുണകരം. എനിക്ക് ഇച്ചിരി വിശ്വാസമുണ്ട് കേട്ടോ. ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പം എൻ്റെ ഇത്രയും വർക്കുകളിൽ 10-30 വർക്കുകളിലൊക്കെ ഞാൻ ഒരു 4 വർക്കുകൾ ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഞാൻ അത് പൂജ ചെയ്താണ് ഞാൻ തുടങ്ങിയത്. അതൊക്കെ നല്ല വർക്കുകളുമായിരുന്നു കേട്ടോ. അതങ്ങനെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ എൻ്റെ കൂടെ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ
ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി അതും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നോ കാസ്റ്റ് ആണെങ്കിൽ ഞാൻ ദൈവ നിരീശ്വരവാദിയൊന്നുമില്ല, ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഭയങ്കര ദൈവത്തെ മറുത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ മകരവിളക്ക് കല്ലേൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു തർക്കമൊക്കെ അതിനകത്ത് വന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതൊന്നും പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം. അവിടെ ഒന്നും ആർക്കും പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യത്തിലേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ കടുവയുണ്ട്, ആനയുണ്ട്, കരടിയുണ്ട്. ഒരു കാരണവശാലും എത്ര കിലോമീറ്റർ പോകണമെന്ന് പറയാം. ഫോറസ്റ്റ് കടത്തിവിട്ട് ഇട്ടാൽ പോലും ഒരു 5 പേരുടെ 10 പേരുടെ കൂട്ടത്തിന് പോലും അവിടെ പോകാൻ പറ്റില്ല. അവിടെ ആക്രമണം ഉണ്ടാകും. കാരണം എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ അതുപോലെ തിങ്ങിപ്പാർക്കാം. അട്ട തന്നെ ഭയങ്കര ഭീകരമാണ്. ഞാൻ നിൽക്കാതെ ചാടിയാണ് ഞങ്ങൾ പോയത്. പിന്നെ അങ്ങോട്ടൊരു വലിയൊരു പാറയിൽ പോയാണ് ഞങ്ങൾ നിന്നത്. കാരണം ആ പാറയിൽ പോലും നനവുണ്ടെന്നുള്ളതാണ്. അത് വേനൽക്കാലത്ത്. അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കൊടും വനമാണ്, നിബിഡ വനം. ഞങ്ങളെന്നിട്ട് അവിടെ നിൽക്കാതെ പെട്ടെന്ന് ഞങ്ങൾ ചാടിങ്ങ് പോന്നു. അവിടെ ഒരു അരമണിക്കൂർ, കാരണം അവിടെ തന്നെ ഇരുന്നപ്പോഴത്തേനും ഏതോ മൃഗങ്ങളുടെയൊക്കെ ഭയങ്കര ഒരു ഏതോ ഒരു ശബ്ദങ്ങളും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത ഏതൊക്കെയോ മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ അവിടെ കേട്ടു. അത് കടുവയാണോ എന്തൊക്കെയോ. അത് കുറുക്കൻ്റെയൊന്നുമല്ല. ഞങ്ങൾ ഭയന്നിട്ട് ഞങ്ങൾ അരമണിക്കൂറിനകം ഞങ്ങൾ അവിടുന്ന് അരമണിക്കൂർ പോലും നിന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നു. അതിനകത്ത് ഒരു ചെറിയ കാട് പോലെ ഉണ്ട്. അതിനകത്തും വെള്ളമുണ്ട്. അവിടെ മൃഗങ്ങൾ വന്ന് അവിടെയും വെള്ളം കുടിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്നവർക്കും വെള്ളം കുടിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ നിൽക്കാനോ ചെല്ലാനോ ഒന്നും ഒരു കാരണവശാലും പറ്റില്ല. എനിക്ക് യുക്തിവാദികൾ പോയി പടക്ക് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും സംശയമാണ്. അവിടെയൊക്കെ എങ്ങനെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.